രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് മണിപ്പൂരിലെ തൗബാലിൽ തുടക്കം. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ രാഹുൽ ഗാന്ധിക്ക് ദേശീയ പതാക കൈമാറിയാണ് മണിപ്പൂരിലെ തൗബാലിൽ യാത്രയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഏകാധിപത്യ ഭാവമാണെന്ന് ഖാർഗെ പറഞ്ഞു. കലാപം നടന്ന മണിപ്പൂരിൽ പ്രധാനമന്ത്രി സന്ദർശിക്കാത്തത് അപമാനകരമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. തൗബാലിൽ ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ ഉദ്ഘാടനത്തിൽ ബിജെപിയെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കടന്നാക്രമിച്ച മല്ലികാർജ്ജുൻ ഖാർഗെ ബിജെപി ജനാധിപത്യത്തെ തകർക്കുകയാണെന്ന് പറഞ്ഞു. മോദിക്ക് ഏകാധിപത്യ മനോഭാവമാണെന്ന് പറഞ്ഞ ഖാർഗെ രാമനാമം ചൊല്ലി മോദി വോട്ട് പിടിക്കരുതെന്ന് കൂട്ടിച്ചേർത്തു. മണിപ്പൂർ സ്വാതന്ത്ര്യ സമര പോരാട്ടം നടന്ന മണ്ണാണെന്നും ഖാർഗെ പറഞ്ഞു. ഭരണഘടനയെ സംരക്ഷിക്കാനാണ് രാഹുലിന്റെ പോരാട്ടമെന്നും ആ പോരാട്ടം ദൈർഘ്യമേറിയതാണെന്നും ഖാർഗെ കൂട്ടിച്ചേർത്തു. वो समंदर के ऊपर शहर करते फिरते हैं और बैठे जगह जप करते बैठते हैं राम 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 राम। अरे भाई मुख में राम बगल में छुरी, ये मत करो जनता के साथ। यही हम चाहते हैं। सभी को भगवान की याद आती है, भगवान के बारे में सभी लोग आस्था रखते हैं, इसमें कोई शक नहीं है. ഭാരത് ജോഡോ ന്യായ് യാത്ര തുടങ്ങാൻ മണിപ്പൂർ തെരഞ്ഞെടുത്തത് താൻ തന്നെയാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. അനീതിക്കെതിരെയാണ് യാത്ര. മണിപ്പൂരിലെ ജനങ്ങളോട് കേന്ദ്ര സർക്കാർ അനീതി കാട്ടിയെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു. പ്രധാനമന്ത്രി മണിപ്പൂരിൽ എത്താത്തത് അപമാനകരമാണെന്നും രാഹുൽ പറഞ്ഞു. ബിജെപിയും RSSും പ്രചരിപ്പിക്കുന്നത് വിദ്വേഷമാണ്. മണിപ്പൂരിന്റെ മുക്കിലും മൂലയിലും വിദ്വേഷം പരത്തി. രാജ്യത്തെ ജനങ്ങളുടെ വേദന അറിയാനാണ് യാത്രയെന്നും രാഹുൽ പറഞ്ഞു. കോൺഗ്രസ് നേതാക്കൾക്ക് പുറമെ പ്രതിപക്ഷ സഖ്യം ഇന്ത്യയിലെ ഘടകകക്ഷി നേതാക്കളും ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്തു. BSPയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട MP ഡാനിഷ് അലിയും ഉദ്ഘാടന വേദിയിലെത്തി. 66 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്ര 15 സംസ്ഥാനങ്ങളിലെ 110 ജില്ലകളിൽ പര്യടനം നടത്തി മാർച്ച് 20 മുംബൈയിൽ അവസാനിക്കും. അമൃത ന്യൂസ്, ന്യൂഡൽഹി.